അതെ, കത്തണ വേലത്തിന്റെ ചായക്ക മത്തി വാങ്ങാൻ വേണ്ടി പോയപ്പോ അത്തറടന്റെ തൊട്ടടുത്ത് മുത്തലിബാക്ക നിക്കറിട്ട് കർമ്മത്തി വിറ്റ് കുത്തർക്കുണ്ടേനും. കണ്ടപാട് മൂപ്പര് പറഞ്ഞു, മത്തി മാത്രം വാങ്ങിപ്പോവല്ലോ മുത്തേ, ഇജിന്റെ മത്ത് കയറുന്ന കർമ്മത്തിയും കൂടി വാങ്ങിക്കോന്ന്. കേട്ടപാട് ഇന്റെ ചായക്ക് ഒരു കർമ്മത്തി വാങ്ങി പെരയിലെത്തി കണ്ടുമുറിച്ച് തിന്നപ്പോഴാണ് ഉമ്മക്ക് ആ കാര്യം കത്തിയത്. മുത്തലിബാക്ക മത്ത് കയറുന്ന പറഞ്ഞിട്ട് കത്തി വെച്ചതാണ്. മത്ത് കയറുന്ന പോയിട്ട് മത്തന്റെ മധുരം കൂടി പിന്നെ മൊത്തത്തിലാണ്ട് എടുത്ത് ഫ്രിഡ്ജിലാണ്ട് കയറ്റി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് തോട്ടത്തിൽ ഓട്ടേക്ക് ട്രിപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് ആള് പുറത്താടിയപ്പോ നമ്മൾ പിടിച്ചിട്ട് ഒരു അഡാറായിട്ട് ഇട്ടാക്കാൻ വിചാരിച്ചു. ആള് ഡെഡ് സ്കിനൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് ക്ലീനപ്പ് ചെയ്തെടുത്തു. പിന്നെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തു. ആ കുറച്ച് ഹൈപ്പർ ലെവൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ ഒരു കുള്ളിമുക്കുത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പക്ഷെ സംഭവം ഉണ്ട് വളിപ്പോയി. പാനിൽ അങ്ങോട്ടിട്ടപ്പോ വെല്ലുമാന്റെ പോട് വന്ന പല ആർഡർ പോലെ ഉണ്ട്. ആട് കൊള്ളിങ്ങോമ്പൊക്കെ ഒഴിവാക്കി പേര് ചുടുമ്പോ കുറച്ച് പഞ്ചാരിയും കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല അങ്ങോട്ട് കുറുക്കിടുമ്പോൾ ബബിൾക്കത്തിൽ പഞ്ചാരിട്ട് ചവക്കണ പോലെ അങ്ങോട്ട് ലൂസ് ആവും. അങ്ങനെ ആകുമ്പോൾ സ്റ്റവ് ഓഫ് ആക്കി നമ്മൾ മുറിച്ച കർമ്മത്തേൽ ഇട്ടെടുത്ത് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒന്ന് ചൂടാറാൻ വെക്കുക. പിന്നെ ഒരു മിക്സിയിൽ ചേർത്ത് മല്ലിച്ചപ്പ്, ചുവന്നമുളക്, ഉപ്പ്, കാശ്മീരി പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇനി മിക്സിയിൽ ഇട്ട് നല്ലോണം അങ്ങോട്ട് അടിച്ചടിച്ച് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചെടുത്ത് മിക്സ് ആക്കി എടുക്കുക. ഇനി അത് നമ്മളെ കർമ്മത്തിട്ട് കുഴച്ചങ്ങോട്ട് തിന്നാണ്ടല്ലോ നമ്മളെ തൊള്ളത്തെ വെള്ളടിക്കാൻ വേണ്ടി വേറെ വാട്ടർ ടാങ്ക് വാങ്ങേണ്ടി വരും. അജ്ജാതി മുതലാണ്. വേണമെങ്കിൽ വേഗം പോയി നോക്കിക്കണ്ട് ഉണ്ടാക്കിക്കോളി.